ആ നീ ഇവിടെ വന്ന് നിൽക്കണോ? ഞാനും രാധയും ഒന്ന് വീട്ടിലേക്ക് പോവാന്ന് വിചാരിക്കാണ്. അമ്മയെന്ന് വളരെ ബെറ്ററായിട്ടുണ്ട്. എന്നാലും ആ എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ വിളിച്ചാൽ പോരെ? 1/2 മണിക്കൂറിനുള്ളിൽ ഞാനിവിടെ എത്തും. ഞാൻ പാലക്കാടാ താമസിക്കണേ. വന്നിട്ട് ഒരാഴ്ചയായി. എനിക്കാണെങ്കിൽ ഓഫീസിൽ ഒരുപാട് ജോലിയുണ്ട്. എന്നാലും ഏട്ടത്തി ഇവിടെ നിൽക്കട്ടെ. ഒരു ഡോക്ടറെ അടുത്തുണ്ടെങ്കിൽ. അമ്മയുടെ കാര്യത്തിൽ ഇനി ഡോക്ടർമാർക്കൊന്നും ചെയ്യാനില്ല. പിന്നെ എല്ലാവരും ഇല്ലേ ഇവിടെ? ഇപ്പൊ നീയും. അത് തന്നെ ധാരാളം. ഏട്ടാ, പ്രേമ ഇപ്പൊ എവിടെ ഉണ്ട്? അരെ ഓർമ്മയില്ലേ? പ്രേമ, ശ്രീധരമാമയുടെ മോളെ. അപ്പം മറന്നിട്ടില്ല? ഏട്ടൻ മറന്ന പോലെ എനിക്ക് മറക്കാൻ പറ്റുമോ? പറ്റില്ല, എനിക്കറിയാതെ. എന്നിട്ട് വയറ്റിലുണ്ടായപ്പോ എന്റെ തലയിൽ. വയറ്റിലുണ്ട്? ഓ, ഒന്നും അറിയില്ല പാവം. എന്നിട്ട് എന്നെ പെടുത്താമെന്ന് വിചാരിച്ചു അവള്. ചുളിയൊരു എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റിനല്ലേ കിട്ടുന്നത്. സത്യം അച്ഛനമ്മയ്ക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. 20 പവനും 30,000 രൂപയെ കൊടുത്ത അന്ന് കല്യാണ ചെലവടക്കം എല്ലാം അച്ഛൻ തന്നെ കൊടുത്തേ. അല്ലെങ്കിൽ തന്തയില്ലാത്ത കുട്ടീന്റെ പെറ്റേന്ന് അവള്. കുടുംബത്തിന്റെ മാനം രക്ഷപ്പെട്ടു. എന്നിട്ട് നന്നായോ? 5 വയസ്സുള്ള കുട്ടിയും ഭർത്താവും ഉള്ളപ്പോഴാ ഹോട്ടലിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത്. വേറൊന്നിനുമല്ല, ഇമ്മോറൽ ട്രാഫിക്. അതുകൊണ്ടെന്താ ആ പോക്ക് പോയത് ഭാഗ്യം. വേഴച്ചവള്. ഏട്ടന്റെ മുഖത്തേക്ക് നോക്കിയേ. എന്താ നോക്കിയ? എന്റെ മുഖത്ത് നോക്കിയത് പറയാൻ ഏട്ടന് ഒരു ഉടുപ്പും തോന്നണല്ലേ? ഇതെല്ലാവർക്കും അറിയാം. എല്ലാരും കാര്യം പോട്ടെ, ഏട്ടൻ ആരെയും വഞ്ചിക്കാൻ ചതിപ്പെടുത്താം. മനസ്സാക്ഷി എന്നൊരു സാധനം ഏട്ടനുണ്ടോ? ആ ഒരൊറ്റ ചതി കുടുങ്ങി എനിക്ക് എല്ലാം നഷ്ടപ്പെട്ടു. അച്ഛനും അമ്മയും നാടും വീടും ഒക്കെ. എന്നിട്ട് ഏട്ടൻ ഇപ്പോഴും നേരുകാരൻ. പക്ഷെ സത്യം ഒരിക്കൽ തെളിവേട്ടാ. നീ ഇപ്പൊ സത്യം തെളിയിക്കാൻ വന്നിരിക്കാം. എന്റെ മുഖത്ത് കരുതേച്ചാലുണ്ടല്ലോ. ഏട്ടനൊന്നും ഏട്ടന്റെ മുഖം രക്ഷിച്ചിട്ടുണ്ട്. ഒരിക്കലെങ്കിലും എന്റെ മുഖത്ത് തേച്ച കരി എനിക്കൊന്ന് തുടയ്ക്കണം വേട്ട. എന്റെ അമ്മയുടെ മുമ്പിലെങ്കിലും.